ഹലോ കൂട്ടുകാരെ, വളരെ ഈസി ആയിട്ട് നമുക്ക് വീട്ടിൽ ബെറോട്ട എങ്ങനെ ഉണ്ടാക്കിയത് നോക്കിയാലോ. എല്ലാവർക്കും വളരെ ഈസി ആയിട്ട് എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കാം കേട്ടോ. അപ്പോൾ ഈ വീഡിയോ അവസാനം വരെ കാണുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ഞാനിവിടെ 4 കപ്പ് മൈദ എടുത്തിരിക്കുന്നു. 4 കപ്പ് മൈദയ്ക്ക് ഞാൻ 2 സ്പൂൺ പഞ്ചസാര, കുറച്ച് സോഡാപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, 2 മുട്ട, 2 മുട്ടയും കൂടി ചേർത്തിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു. നമുക്ക് നന്നായിട്ട് നമ്മുടെ ചപ്പാത്തിക്ക് നമ്മൾ കുഴച്ചെടുക്കുമല്ലോ, ആ രീതിക്ക് നമ്മളിത് കുഴച്ചെടുക്കണം. വെള്ളം ഓവറാകാൻ പാടില്ല, അത് നോക്കി വേണം ചെയ്യാനായിട്ട്. പിന്നെ ലാസ്റ്റ് കുറച്ച് കയ്യിൽ എണ്ണയും കൂടി എടുത്ത് നമുക്ക് ആ ഒരു മാവിനെ നല്ല രീതിക്ക് നമ്മൾ മിക്സാക്കി കൗണ്ടർ ടോപ്പിൽ മിക്സാക്കി എടുക്കുക. അപ്പോൾ മാവ് നമ്മൾ നന്നായിട്ട് ഇങ്ങനെ ചെയ്താൽ മാത്രമേ വളരെ സോഫ്റ്റായിട്ട് കിട്ടത്തുള്ളൂ. ശേഷം നമുക്ക് ഇവയെ ഉരുളകളാക്കി മാറ്റി വയ്ക്കണം. ഒരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കണം കേട്ടോ. അരമണിക്കൂറിന് ശേഷം നമുക്ക് ഈ ഓരോ ഉരുളകളെയും കൈകൊണ്ട് മാക്സിമം എത്രത്തോളം പരത്താൻ പറ്റുമോ ആ രീതിക്ക് പരത്തിയെടുക്കണം. പരത്തിയിട്ട് വീണ്ടും നമ്മൾ ഇതിനെ നീളത്തിലെടുത്തിട്ട് വീണ്ടും ഉരുളകളായിട്ട് നമ്മൾ വീണ്ടും അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുന്നുണ്ട് കേട്ടോ. ഇങ്ങനെ ചെയ്താൽ മാത്രമേ നമുക്ക് സോഫ്റ്റായിട്ട് ബെറോട്ട കിട്ടത്തുള്ളൂ. അപ്പോൾ ഈ രീതിക്ക് തന്നെ നിങ്ങൾ ചെയ്ത് നോക്കുകയാണെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് നല്ല ഒരു ബെറോട്ട തന്നെ കിട്ടും. ശേഷം നമ്മൾ വീണ്ടും അരമണിക്കൂറിന് ശേഷം ഓരോ ഉരുളകൾ എടുക്കുക. കൈകൊണ്ട് തന്നെ ഇതിൽ കാണുന്നത് പോലെ നന്നായിട്ട് പരത്തി ചൂടായ ചട്ടിയിൽ നമുക്ക് ഇതിനെ ചുട്ടെടുക്കാം. വളരെ തിന്നായിട്ടാണ് ഞാനിവിടെ ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ ചൂടായ ചട്ടിയിലിട്ട് നമുക്ക് നന്നായിട്ട് ഇതൊന്ന് ചുട്ടെടുക്കാം. അപ്പോൾ നമ്മുടെ സോഫ്റ്റായ ബെറോട്ട ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഉറപ്പായിട്ടും ട്രൈ ചെയ്യുക. ഇതിനോടൊപ്പം ഞാൻ ബെറോട്ടയ്ക്കൊപ്പം ഞാൻ മുട്ട കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അതിൻ്റെ വീഡിയോ ഇതിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ മാക്സിമം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇനി മുട്ട കറിക്ക് ഞാൻ എണ്ണ എടുത്തിട്ടുണ്ട്. അതിലേക്ക് കടുക് ഇടുക. കടുക് പൊട്ടിയതിന് ശേഷം ഇതിലേക്ക് 3 സവാളയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. 3 വലിയ സവാള ആവശ്യത്തിന് ഉപ്പും ഇട്ട് നമുക്കിതിനെ നന്നായിട്ട് വഴറ്റിയിട്ട് ഇതിനോടൊപ്പം തന്നെ ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി നന്നായിട്ട് മിക്സാക്കി എടുക്കാം. ഇതൊന്ന് വാടി വരണം കേട്ടോ. ഇഞ്ചിയുടെയും പച്ചമുളകിൻ്റെയും ഒക്കെ ആ പച്ച ചുവന്ന് മാറി കിട്ടണം. ശേഷം ഇതിലേക്ക് നമ്മൾ അടുത്ത് ചേർക്കാൻ പോകുന്നത് തക്കാളിയാണ്. ഞാനൊരു വലിയ തക്കാളിയാണ് എടുത്തിരിക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ ചെറുതാണെങ്കിൽ ഒരു 2-3 തക്കാളി വരെ നിങ്ങൾക്ക് എടുക്കാം. ഞാനൊരു വലുതാണ് എടുത്തിരിക്കുന്നത്. നമുക്കിത് നന്നായിട്ട് യോജിപ്പിച്ചെടുക്കാം. ഇനി ഇവ നന്നായിട്ട് യോജിപ്പിച്ചതിന് ശേഷം നമ്മൾ പൊടികൾ ആഡ് ചെയ്യുന്നത്. അപ്പോൾ പൊടികൾ ഇവിടെ ഞാൻ എടുത്തിരിക്കുന്നത് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഗരം മസാലയാണ്. ഈ 3 പൊടികൾ മാത്രമേ ഞാനിവിടെ എടുത്തിട്ടുള്ളൂ. ഈ 3 പൊടികൾ നമുക്ക് നന്നായിട്ട് മിക്സാക്കി എടുക്കാം. ആ പച്ച ചൊവ്വയ്ക്ക് ഒന്ന് മാറുന്നത് വരെ നമുക്ക് മിക്സാക്കി എടുക്കണം. ശേഷം നമ്മുടെ ഗ്രേവിക്ക് ആവശ്യത്തിന് നമ്മൾ വെള്ളം ഒഴിച്ച് ഒന്ന് എടുക്കാം. നിങ്ങൾക്ക് ഗ്രേവി എത്രയാണോ വേണ്ടത് അതിനനുസരിച്ച് നമുക്ക് വെള്ളം ഒഴിച്ച് ഇതിനെ മിക്സാക്കി എടുക്കാം. അപ്പം ഞാൻ ഓൾറെഡി 5 മുട്ട വേവിച്ച് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഉപ്പും കൂടി നിങ്ങളൊന്ന് നോക്കണേ. ഉപ്പില്ലെങ്കിൽ ഉപ്പും കൂടെ ആഡ് ചെയ്തേക്കും. അങ്ങനെ ഗ്രേവി റെഡി ആയിട്ട് ലാസ്റ്റ് നമുക്ക് ഇതിലേക്ക് മുട്ട ചേർക്കാം. അപ്പോൾ നമ്മുടെ മുട്ട കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ ഈസിയാണ്. എല്ലാവരും ഉറപ്പായിട്ട് ട്രൈ ചെയ്യുക. അപ്പോൾ നമ്മുടെ റെസിപ്പി ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക, ലൈക്ക് അടിക്കുക, സബ്സ്ക്രൈബ് അടിക്കുക. അടുത്ത വീഡിയോ വരെ ടാറ്റാ, ബൈ ബൈ.